ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് മസാല റോസ്റ്റാണ്. ഒരു തോരൻ പോലെ നമുക്ക് കഞ്ഞിക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു തോരനാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നാക്കി എടുക്കുക. പിന്നെ നമുക്ക് ഒരു സവോളയും വേണം. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറുള്ളിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. നല്ല പോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഉള്ളി നല്ല പോലെ വാടണം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളകും പൊടി. നല്ല എരിവ് വേണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. എരിവിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ആ മല്ലിപ്പൊടി ഇത് തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വഴറ്റാൻ. നല്ല പോലെ ആ പച്ചമണമൊക്കെ മാറി മല്ലിപ്പൊടി മുളകും പൊടി അത് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. എന്നാലേ ഉള്ളൂ കറിക്ക് നല്ല കളറും ടേസ്റ്റ് ഉണ്ടാവും. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എണ്ണയിൽ കിടന്ന് ഈ മസാലയൊക്കെ നല്ല പോലെ വഴണ്ട് വന്ന ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും കൂടി ഇട്ട് നല്ല പോലെ കഷ്ണത്തിലേക്ക് മസാല പിടിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കണേ. ഇനി അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ആ വെള്ളം മൊത്തം വറ്റി കിട്ടണം കേട്ടോ. വെള്ളം ഒഴിച്ച ശേഷം തീ ഫുള്ളിലിട്ട് തിളയ്ക്കാൻ വിടുക. അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടി മൂടി വെച്ച് ഒന്നും കൂടി അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി